അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി ഹഖ ഹംദിഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹി വഅബ്ദിഹി വബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, അൽ അർബഊൻ അന്നവവിയ എന്ന മഹൽ രചനയിലെ ഹദീസുകൾ പഠിക്കുന്ന ബഹുമാന്യരായ ശ്രോതാക്കളെ, പഠിതാക്കളെ, ഇന്ന് നമ്മുടേത് 9ാമത്തെ ഹദീസാണ്. ഹദീസ് നമുക്ക് ഇപ്രകാരം വായിക്കാം. അൻ അബി ഹുറൈറത അബ്ദുറഹ്മാൻ ബിൻ സഖ്റിൻ റളിയല്ലാഹു തആല അൻഹു ഖാൽ സമിഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ മാ നഹൈതുകും അൻഹു ഫജ്തനിബൂഹു വമാ അമർതുകും ബിഹി ഫഅതു മിൻഹു മസ്തതഅതും ഫഇന്നമാ അഹ്ലകല്ലദീന മിൻ ഖബ്ലികും കസ്റതു മസായിലിഹിം വഖ്തിലാഫുഹും അലാ അംബിയാഇഹിം. റവാഹുൽ ബുഖാരി വ മുസ്ലിം. അബൂ ഹുറൈറ അബ്ദുറഹ്മാൻ ബിൻ സഖ്ർ റളിയല്ലാഹു അൻഹുവിൽ നിന്നാണ് ഹദീസിൻ്റെ നിവേദനം. അബൂ ഹുറൈറ അദ്ദേഹത്തിൻ്റെ വിളിപ്പേരാണ്. അദ്ദേഹം ദൗസ് ഗോത്രക്കാരനാണ്. യമനിലെ ദൗസിൽ ആടുകളെ മേക്കുന്ന ഒരു ഇടയനായിരുന്നു. അദ്ദേഹത്തിന് ഒരു പൂച്ചക്കുഞ്ഞുണ്ടായിരുന്നു. ആ പൂച്ചക്കുഞ്ഞിനെ അദ്ദേഹം കൊണ്ടു നടക്കും. രാത്രിയാകുമ്പോൾ ഒരു മരത്തിന് മുകളിൽ അതിനെ വിശ്രമിക്കാൻ കിടത്തും. പകലിൽ ആടുകളെ മേക്കുമ്പോൾ കൂടെ കൊണ്ടു നടക്കും. ഇത് അദ്ദേഹത്തിൻ്റെ ഒരു പതിവായിരുന്നു. അദ്ദേഹം ഇസ്ലാം ആശ്ലേഷിച്ചതിൽ പിന്നെയും ഈ ഒരു ശീലമുണ്ടായിരുന്നു. ഒരിക്കൽ തിരുസവിധത്തിലേക്ക് അദ്ദേഹം വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ കുപ്പായത്തിൻ്റെ കയ്യിൽ കുമ്മിൽ ഒരു പൂച്ചക്കുട്ടിയെ വെച്ച് വരികയാണ്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ഇതെന്താണ്? ബഹിറത്തുൻ എന്ന് പറഞ്ഞപ്പോൾ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തെ അബാ ഹുറൈറ, യാ അബാ ഹുറൈറ എന്നിങ്ങനെ വിളിച്ചു. അതിൽ പിന്നെ അദ്ദേഹത്തിന് ഈ വിളിപ്പേര് അതായിരുന്നു ഏറ്റവും ഹൃദ്യം. ആ പേരിലാണ് അദ്ദേഹം പ്രസിദ്ധനും. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് അബ്ദുറഹ്മാൻ ഇബ്നു സഖർ എന്നാണെന്നും മറ്റു അഭിപ്രായങ്ങളും ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ഏതായാലും മഹനീയനായ സഹാബിയാണ് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു. സഹാബികളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഹദീസുകൾ നിവേദനം ചെയ്ത മഹാനാണ് അബൂ ഹുറൈറ. അതിന് കാരണം അദ്ദേഹം ഹിജ്റാബ്ദം 7 ഖൈബർ യുദ്ധ സാഹചര്യത്തിലാണ് ഇസ്ലാം ആശ്ലേഷിക്കുന്നത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം അദ്ദേഹം 3 വർഷം ജീവിച്ചു. ആ 3 വർഷവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിടാതെ കൂടിക്കൊണ്ടുള്ള ജീവിതമായിരുന്നു. അറിവുകളും അനുഭവങ്ങളും അദ്ദേഹം നേടിയെടുത്ത് തിരുദൂതരോടൊപ്പം കഴിഞ്ഞതിനാലാണ് അദ്ദേഹത്തിന് കൂടുതൽ ഹദീസുകൾ ഹൃദിസ്ഥമാക്കാനും പാഠമാക്കാനും സാധിച്ചത്. മറ്റൊന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിന് ഹദീസുകൾ പാഠമാക്കാൻ, പഠിക്കാൻ ദുആ ചെയ്തിട്ടുണ്ട്. ആ ഒരു ദുആയുടെ അനുഗ്രഹവും അദ്ദേഹത്തിന് ലഭിച്ചു. ദീർഘായുസ്സ് അരുളപ്പെട്ട മഹാനായിരുന്നു അബൂ ഹുറൈറ. അദ്ദേഹം മദീനയിൽ ധാരാളകാലം ജീവിച്ചു. മദീനയെ വിടാതെ കൂടിയത് കാരണത്താൽ മദീനയിലുണ്ടായിരുന്ന സഹാബികളിൽ നിന്നെല്ലാം അദ്ദേഹം ഏറെ നേടുകയുണ്ടായി. എന്ന് മാത്രമല്ല, മസ്ജിദുൻ നബവി മദീനയിൽ അവിടേക്ക് വരുന്ന സന്ദർശകർ, അവരിൽ നിന്നെല്ലാം ധാരാളം അദ്ദേഹത്തിന് അഭ്യസിക്കുവാനും അറിയുവാനും സാധിച്ചു. അങ്ങനെ അദ്ദേഹം ഒരു വിജ്ഞാന സാഗരമായി. ആ കാരണങ്ങളാലൊക്കെയാണ് അദ്ദേഹത്തിന് കൂടുതൽ ഹദീസുകൾ ഉദ്ധരിക്കുവാൻ സാധ്യമായത് എന്നുള്ളതാണ് ചരിത്രം. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം അഹ്ലുസുഫയിൽ എണ്ണപ്പെടുന്ന മഹാനാണ്. മസ്ജിദ് നബവിയിൽ ആശ്രിതരായിരുന്ന സാധുക്കളായിരുന്നു അഹ്ലുസുഫ. ഏറെ ചരിത്രങ്ങളുള്ള ഒരു വിഭാഗം ആളുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ പോറ്റി വളർത്തി. സഹായധനം വന്നാൽ അവർക്കിടയിൽ വീതം വെച്ചു. ഒരിക്കൽ അഹ്ലു സുഫയിലുണ്ടായിരുന്ന ആളുകൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 2 കാരക്ക വീതിച്ച് നൽകിയപ്പോൾ വിശപ്പിൻ്റെ ആധിക്യത്താൽ അവരെല്ലാവരും ആ കാരക്ക തിന്നു. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അതിൽ നിന്ന് ഒരു കാരക്ക ഭക്ഷിച്ച് മറ്റൊന്ന് എടുത്തു വെച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശ്രദ്ധയിൽ ആ ഒരു കാഴ്ച പതിഞ്ഞു. തിരുദൂതർ ചോദിച്ചു, അബൂ ഹുറൈറ, നിങ്ങൾ ആർക്കാണ് അല്ലെങ്കിൽ എന്തിനാണ് ഒരു കാരക്ക മാറ്റി വെച്ചത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, അതിൻ്റെ ഉമ്മാക്ക് വേണ്ടി ഞാൻ എടുത്തു വെച്ചതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തെ ആ വിഷയത്തിൽ പരിഗണിച്ചു എന്ന ചരിത്രം നമ്മൾ വായിക്കുന്നു. ഒരിക്കൽ വിശന്നു പൊരിഞ്ഞ് അബൂ ഹുറൈറ വഴി നിൽക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു, എന്തിനാണ് നിങ്ങളിവിടെ നിൽക്കുന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അൽജൂ യാ റസൂലല്ലാഹ്, റസൂലെ, വിശന്നു പൊരിഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തെ തൻ്റെ വീട്ടിലേക്ക് ക്ഷണിക്കുകയുണ്ടായി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹുജറയിൽ പ്രവേശിച്ചു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ ക്ഷണിച്ചു.
അപ്പോൾ അവിടെ ഒരു കപ്പ് പാലിരിക്കുന്നു. തിരുദൂതർ അതെന്താണ്, ആരുടേതാണെന്ന് ചോദിച്ചപ്പോൾ അത് നമുക്ക് സമ്മാനിച്ച പാലാണെന്ന് പറഞ്ഞപ്പോൾ അതൊരു കപ്പ് പാലാണുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂ ഹുറൈറയോട് പറഞ്ഞു, അബൂ ഹുറൈറ അഹ്ലു സുഫയെ വിളിക്കൂ. അവർ ധാരാളം ആളുകളാണ്, 400-ലേറെ ആളുകൾ അഹ്ലു സുഫയിലുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. അപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു തആല പറയുകയാണ്, ഒരു കപ്പ് പാല് അത് കുടിക്കുവാനുള്ള ആഗ്രഹം, വിശപ്പ് എനിക്ക് ധാരാളമുണ്ട്. ഇതിലേക്ക് ഇനി അഹ്ലു സുഫ കൂടി വന്നാൽ എനിക്ക് കുടിക്കാൻ എന്തുണ്ടാകുമെന്നൊരാലോചന അദ്ദേഹത്തിൽ വന്നു എന്നാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതനുസരിച്ച് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ആളുകളെ വിളിച്ചു. അവരെല്ലാവരും വന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ എല്ലാവരെയും കുടിപ്പിച്ചു. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിനെ കൊണ്ടാണ് അവർക്കൊക്കെയും പാല് പകരുകയുണ്ടായത് എന്നാണ്. എല്ലാവരും കുടിച്ചു, എന്നിട്ടും പാല് ബാക്കിയായി. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു വചനം, അതാണ് അബൂ ഹുറൈറ റളിയല്ലാഹു തആലാന്റെ മഹത്വത്തിൽ നമ്മൾ വായിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഭാഗം. ലം യബ്ഖ ഇല്ല അന വ അൻത്, ഞാനും താങ്കളും മാത്രമാണ് ശേഷിക്കുന്നത് പാല് കുടിക്കാൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോൾ ആ ഞാനും താങ്കളും മാത്രം എന്നുള്ള ആ ഒരു തിരുമൊഴിയുടെ പ്രയോഗം അത് അബൂ ഹുറൈറയുടെ മഹത്വമാണ്. ശേഷിക്കുന്ന പാൽ അബൂ ഹുറൈറയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുടിക്കാൻ പറഞ്ഞു. അബൂ ഹുറൈറ കുടിച്ചു. അദ്ദേഹം പറഞ്ഞത് റഅയ്തു അർറയ്യ ബൈന അബാഫിരി എന്നാണ്. ദാഹശമനം ഞാൻ എൻ്റെ വിരലുകൾക്കിടയിൽ അറിഞ്ഞു, അനുഭവിച്ചു എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് വീണ്ടും വീണ്ടും കുടിക്കാൻ പറഞ്ഞപ്പോൾ വയറ് നിറഞ്ഞ് വിശപ്പ് ശമിച്ച് ദാഹം ശമിച്ച് അദ്ദേഹം പറഞ്ഞത് ലാ അജിദു ലഹു മസ്ലക എന്നാണ്. ഇനി കുടിക്കാൻ ഒരിടം ഞാൻ വയറിനുള്ളിൽ കാണുന്നില്ല എന്നാണ്. ശേഷിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുടിക്കുകയുണ്ടായി. ബാക്കി പാൽ ആ പാത്രത്തിൽ ശേഷിക്കുകയും ഉണ്ടായി എന്നുള്ളത് ചരിത്രം. സഹോദരന്മാരെ, മഹത്വങ്ങളേറെ പറയപ്പെട്ട ഒരു സഹാബിയാണ് അബൂ ഹുറൈറ അബ്ദുറഹ്മാൻ ഇബ്നു സഖർ റളിയല്ലാഹു തആല അൻഹു. ഞാൻ അദ്ദേഹത്തെ ഇവിടെ ചില കാര്യങ്ങൾ എടുത്തുദ്ധരിച്ച് കൂടുതൽ പറഞ്ഞത്, അബൂ ഹുറൈറ ഇന്ന് ഒരു നിരൂപണ വിഷയമാണ് ചില നിഷേധികൾക്ക്. അവർ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിനെ ഇകഴ്ത്തുവാനും മോശപ്പെടുത്തുവാനും പരിശ്രമിക്കുന്നു, പണിയെടുക്കുന്നു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുഗ്രഹീത സഹാബിയാണ് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു. അബൂ ഹുറൈറ അദ്ദേഹത്തിൻ്റെ സ്ഥാനവും മഹത്വവും എന്നുമെന്നും ഘോഷിക്കപ്പെടുന്നു അനുഗ്രഹീത നാവുകളാൽ. എന്നാൽ ആര് അബൂ ഹുറൈറയെ അപമാനപ്പെടുത്തിയോ അപകീർത്തിപ്പെടുത്തിയോ ആ അപമാനപ്പെടുത്തിയവരും അപകീർത്തിപ്പെടുത്തിയവരും ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടുകളിൽ സ്ഥാനം നേടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ചരിത്രവും വർത്തമാനവും. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം തിരുദൂതരിൽ നിന്ന് നിവേദനം ചെയ്ത മഹത്തായ ഒരു ഹദീസാണ് നമ്മുടെ ഈ ഹദീസ്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇനി ഹദീസിൻ്റെ മത്തിനെ വായിച്ച് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാം. അദ്ദേഹം പറയുന്നു, സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടു. മാ നഹൈതുകും അൻഹു, ഏതൊന്നിനെ തൊട്ട് ഞാൻ നിങ്ങളെ വിരോധിച്ചുവോ, ഫജ്തനിബൂഹു, നിങ്ങൾ അതിനെ വെടിയുക, അതിൽ നിന്ന് നിങ്ങൾ ദൂരം പാലിക്കുക. ജാനിബ് എന്നതിൽ നിന്നാണ്, അല്ലെങ്കിൽ ജംബ് എന്നതിൽ നിന്നാണ് ഇവിടെ ഈ ഒരു കൽപ്പനക്രിയ. അതിനെ നിങ്ങൾ ജാനിബിലാക്കുക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾ അതിനെ ജാനിബിലാക്കി നിങ്ങൾ അകലുക എന്ന് പറഞ്ഞാൽ വിരോധിച്ചതിനോട് അടുക്കാതിരിക്കുക എന്നുള്ളതാണ്. വമ അമർത്തുക്കും ബിഹി, ഞാൻ ഏതൊന്ന് നിങ്ങളോട് കൽപ്പിച്ചുവോ, ഫഅ്തു മിൻഹു, അത് നിങ്ങൾ എത്തിക്കുക, മസ്തതഅതും, നിങ്ങൾക്ക് സാധ്യമായ അത്ര. ഇവിടെ മാ നഹൈതുക്കും അൻഹു ഫജ്തനിബൂഹു, ഞാൻ നിങ്ങളോട് വിരോധിച്ചത് നിങ്ങൾ വെടിയുക, അതിൽ നിന്ന് നിങ്ങൾ അകലുക എന്ന് പറഞ്ഞു. മൻഹിയാത്ത്, വിരോധങ്ങൾ കൽപ്പനകളെ അപേക്ഷിച്ച് കുറവാണ്. വിരോധിച്ചവ ഹറാമായതുണ്ട്, കറാഹത്തിൻ്റെ വിധിയിലുള്ളതുണ്ട്. ഹുക്ം എന്തായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജിഹ്വയാൽ വിരോധിക്കപ്പെട്ടതാണോ അത് വെടിയുക എന്നുള്ളതാണ് നമ്മൾ കൽപ്പിക്കപ്പെട്ടുള്ളതായ വിഷയം. ഹറാമാണോ വെടിയാം, കറാഹത്താണോ കുഴപ്പമില്ല, ഇതുപോലുള്ള ഒരു ലാഘവത്വം അത് പാടുള്ളതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് വിരോധം വന്നോ വെടിയുകയാണ് വേണ്ടത്. വല്ലവരിൽ നിന്നും ഈ വിരോധങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ സംഭവിച്ചതിൻ്റെ വിധി അറിയാനും വിഷയങ്ങൾ അറിയാനും അത് ഹറാമാണോ അതല്ല കറാഹത്താണോ എന്ന് അന്വേഷിക്കുക, അതിനനുസരിച്ച് അന്വേഷിച്ച് പ്രവർത്തിക്കുകയും വേണം. അതേസമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
വിരോധിച്ചാൽ, ദീനിൽ വിരോധം വന്നാൽ, വിശുദ്ധ ഖുർആനിൽ വിരോധം വന്നാൽ അത് വിട്ടകലുക, വെടിയുക എന്നുള്ളതാണ് നമ്മളുടെ മേൽ കൽപ്പനയായി ഉള്ളത്. വമ അമർത്തുക്കും ബിഹി ഫഅ്തു മിൻഹു മസ്തതഅ്തും. കൽപ്പിച്ചതെന്തോ, ഞാൻ കൽപ്പിച്ചതെന്തോ അതിൽ നിന്ന് നിങ്ങൾക്ക് സാധ്യമായത്ര നിങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. കൽപ്പിച്ചത് സാധ്യമാകുന്നത്ര എത്തിക്കുവാനാണ്. വിരോധത്തിൻ്റെ വിഷയത്തിൽ ഈ മസ്തതഅ്തും എന്ന് പറഞ്ഞില്ല. അതെന്തുകൊണ്ട്? വിരോധിച്ചത് ചെയ്യാനുള്ളതല്ല, അത് ചെയ്യാതിരിക്കാനുള്ളതാണ്. അതുകൊണ്ടത് ചെയ്യേണ്ട, അതിൽ നിന്ന് വിട്ടു നിൽക്കുക. അതുകൊണ്ടാണ് അവിടെ സാധ്യമായത്ര എന്ന് പറയാതിരുന്നത്. അത് പറയുന്നതിൽ പ്രസക്തിയുമില്ല. ഒരാളോട് പാറ ചുമക്കരുത് എന്ന് പറഞ്ഞാൽ അയാളത് ചുമക്കാതിരുന്നാൽ മതി. ഇന്ന വാതിലിലൂടെ പ്രവേശിക്കരുതെന്ന് പറഞ്ഞാൽ അയാൾ പ്രവേശിക്കാതിരുന്നാൽ മതി. എന്നാൽ ഒരാളോട് ഒരു പാറ ചുമക്കാൻ പറഞ്ഞാൽ അവിടെ സാധ്യമായത്ര, എത്രമാത്രം കഴിയുമോ, എത്രമേൽ കഴിയുമോ അത് വഹിക്കുക എന്ന് പറയുന്നതിൽ പ്രസക്തിയുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ ചെയ്യേണ്ട കാര്യങ്ങളിൽ കഴിയുന്ന അത്ര എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത്ര നമ്മൾ അത് നിർവഹിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. സല്ലി ഖായിമൻ, നീ നിന്നുകൊണ്ട് നമസ്കരിക്കൂ എന്ന് കൽപ്പിച്ചു. ഒരാൾക്ക് നിന്ന് നമസ്കരിക്കാൻ സാധ്യമല്ല എങ്കിൽ അയാൾക്ക് ഇരുന്ന് നമസ്കരിക്കാം. ഒരാൾക്ക് നമസ്കരിക്കുമ്പോൾ റുക്കൂ ചെയ്യാൻ സാധിക്കും, സുജൂദ് ചെയ്യാൻ സാധിക്കുകയില്ല എങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം സാധിക്കുന്നതാണ് അയാൾ ചെയ്യേണ്ടത്. സാധ്യമാകാത്തത് അയാളുടെ മേൽ നിർബന്ധമല്ല. ലാ വാജിബ മഅൽ ഉദ്ർ എന്നൊരു തത്വമുണ്ട്. ഉദ്ർ ഉള്ളതോടൊപ്പം വാജിബില്ല എന്നുള്ളത്. നമസ്കാരത്തിൽ നിൽക്കുക എന്നുള്ളത് വാജിബാണ്. നിൽക്കാൻ കഴിയാത്ത ഒരാളാണ് എങ്കിൽ അയാൾ ഉദ്റുള്ളവനാണ്, അയാൾക്ക് ആ വാജിബ് ഇല്ല എന്നുള്ളതാണ്. ഇവിടെ മൻഹിയാത്തിനെ കുറിച്ചും പറഞ്ഞു, മഅ്മൂറാത്തിനെ കുറിച്ചും പറഞ്ഞു. മൻഹിയാത്ത് വിരോധങ്ങളാണ്, മാ നഹൈതുക്കും. മഅ്മൂറാത്ത് കൽപ്പനകളാണ്. മൻഹിയാത്തിനെ സംബന്ധിച്ചിടത്തോളം മൻഹിയാത്ത് എല്ലാം വർജ്യമാണ്, നിഷിദ്ധമാണ്, ദൂരപ്പെടുത്തപ്പെടേണ്ടതാണ്. നിർബന്ധ സാഹചര്യങ്ങൾ ഉണ്ടായാലല്ലാതെ. നിർബന്ധ സാഹചര്യങ്ങൾ അൽ മഹ്ദൂറാത്ത് അദ്ദറൂറാത്ത് തുബീഹുൽ മഹ്ദൂറാത്ത്, നിഷിദ്ധങ്ങളെ അനുവദിക്കും. പക്ഷേ അത് എത്രയാണോ ആവശ്യം അത്രമേൽ മാത്രം, എത്ര അളവാണോ ആ അളവിൽ മാത്രം. നിർബന്ധ സാഹചര്യം തേടുന്നത് എത്രയാണോ ആ തോതനുസരിച്ച്. അദ്ദറൂറത്തു തുഖദ്ദറു ബിഖദരിഹ, നിർബന്ധ സാഹചര്യം അത് കണക്കാക്കപ്പെടേണ്ടതുണ്ട്, എന്നിട്ട് അതിനനുസരിച്ച് മാത്രം എന്നുള്ളതാണ് അടിസ്ഥാനം. മൻഹിയാത്ത് വിരോധങ്ങൾ അത് ദീനിൽ തുലം കുറവാണ്. കൽപ്പനകളെ അപേക്ഷിച്ച് കൽപ്പനകൾ കൂടുതലാണ്, വിരോധങ്ങൾ കുറവാണ്, പരിമിതമാണ്. അതുകൊണ്ട് വിരോധങ്ങളെ വിട്ടുനിൽക്കുക, വെടിയുക എന്നുള്ളതാണ് അടിസ്ഥാനം. കൽപ്പനകളാണ് കൂടുതൽ, ധാരാളം. അതുകൊണ്ട് കൽപ്പനകളുടെ വിഷയത്തിൽ കഴിയുന്നത്ര, സാധ്യമാകുന്നത്ര പ്രാവർത്തികമാക്കുക എന്നുള്ളതാണ് നമ്മൾ പഠിപ്പിക്കപ്പെടുന്നത്. വമ അമർത്തുക്കും ബിഹി ഫഅ്തു മിൻഹു മസ്തതഅ്തും. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫഇന്നമാ അഹ്ലകല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങളുടെ മുമ്പുള്ളവരെ നശിപ്പിച്ചത് കസ്റത്തു മസായിലിഹിം, അവരുടെ അധികരിച്ചുള്ള ചോദ്യങ്ങളാണ്, മസ്അലകളാണ്. അത് മാത്രമാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നത്. ഈ അധികരിച്ചുള്ള ചോദ്യങ്ങൾ അതിൻ്റെ അപകടത്തെ ഉണർത്താൻ വേണ്ടിയാണ്. ഫഇന്നമാ അഹ്ലകല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങളുടെ മുമ്പുണ്ടായിരുന്നവരെ നശിപ്പിച്ചത് കസ്റത്തു മസായിലിഹിം, അവരുടെ അധികരിച്ചുള്ള ചോദ്യങ്ങളാണ്, മസ്അലകളാണ്. വഖ്തിലാഫുഹും അല അംബിയാഇഹിം, അവരുടെ നബിമാരോടുള്ള എതിർപ്പുകളും വിരോധങ്ങളുമാണ്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഒരു അവസാന ഭാഗം പറയാൻ കാരണം, ഞാൻ പറഞ്ഞു ഈ ഹദീസ് ഉദ്ധരിക്കാൻ ഒരു സാഹചര്യമുണ്ട് എന്നുള്ളത്. ആ ഒരു സാഹചര്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ വേണം ഈ ഒരു അവസാന ഭാഗം വായിക്കാൻ. പ്രവാചകന്മാരോട് കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുകയും എന്നിട്ട് അവരോട് എതിരാവുകയും ചെയ്യുന്ന അവസ്ഥ അതായിരുന്നു പല ആളുകൾക്കും ഉണ്ടായിരുന്നത് പൂർവ്വകാലത്ത്. അതവരെ നശിപ്പിച്ചു കളഞ്ഞു എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. ഇവിടെ കസ്റത്തു മസായിലിഹിം, പൂർവികരെ നശിപ്പിച്ചത് അവരുടെ അധികരിച്ചുള്ള ചോദ്യങ്ങളാണ്. വഖ്തിലാഫുഹും അല അംബിയാഇഹിം, നബിമാരോടുള്ള അവരുടെ എതിരിട്ടുള്ള, ക്രോസ് ചെയ്തുകൊണ്ടുള്ള ചോദ്യം ചെയ്യൽ. ഇവിടെ ഹദീസിനെ വിശദീകരിച്ചപ്പോൾ പണ്ഡിതന്മാർ പൂർവികരെ നശിപ്പിച്ചത് കസ്റത്തു മസായിലിഹിം, അവരുടെ കൂടുതൽ ചോദ്യങ്ങൾ എന്നുള്ള ഒരു വിഷയവും, വഖ്തിലാഫുഹും അല അംബിയാഇഹിം, നബിമാർക്കെതിരിൽ അവർ വ്യത്യസ്ത എതിര് പ്രവർത്തിച്ചുകൊണ്ടുള്ളതായ നിലപാട് സ്വീകരിക്കുകയും ചെയ്ത രണ്ട് വിഷയമാണോ? അതല്ല,
ചോദ്യങ്ങൾ കൂടുതലാക്കിയിട്ട് നബിമാരോട് എതിര് പ്രവർത്തിക്കുക, നബിമാരെ ധിക്കരിക്കുക എന്നുള്ള ഒരു കേസാണോ? രണ്ട് നിലക്കും പണ്ഡിതന്മാർ ഉണർത്തിയിട്ടുണ്ട്. രണ്ടും പൂർവികരിൽ നിന്ന് സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം അതിൻ്റെ പ്രധാന ഉദാഹരണമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരോട് ഒരു പശുവിനെ അറക്കാൻ കൽപ്പിച്ചു ഇസ്രായേലിയരോട്. ഇന്നല്ലാഹ യഅ്മുറുക്കും അൻ തദ്ബഹു ബഖറ. പക്ഷേ ഈ ഒരു കാര്യം മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അവരെ ഉണർത്തിയപ്പോൾ അവർ മാഹിയ, ആ പശു ഏതാണ് ചോദ്യം, മാ ലൗനുഹ, അതിൻ്റെ കളർ ഏതാണ് ചോദ്യം, പിന്നെ ആ പശുവിൻ്റെ ജോലി തൊഴിൽ അതിനെക്കുറിച്ച് ചോദ്യം, ഇങ്ങനെ കുറേ ചോദ്യങ്ങൾ അവർ ഉന്നയിക്കുകയാണ്. ഇതേപോലെ മറ്റു നബിമാരുടെ വിഷയത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. സാലിഹ് അലൈഹി സ്വലാത്തു വസ്സലാമയോട് ഒട്ടകത്തെ ചോദിച്ച സംഭവം, ഈസ അലൈഹി സ്വലാത്തു വസ്സലാമയോട് പിന്നെ ഹവാരികൾ ഹൽ യസ്തതിഉ റബ്ബുക അൻ യുനസ്സില അലൈന മാഇദത മിനസ് സമ, നിന്റെ റബ്ബിന് ആകാശത്തിൽ നിന്ന് ഞങ്ങൾക്ക് ഒരു മായിദ ഭക്ഷണത്തളിക ഇറക്കാൻ സാധിക്കുമോ എന്ന് തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ നമ്മൾ വായിക്കുന്നില്ലേ. ഈ രീതിയിൽ കസ്റത്തു മസായിലിഹിം വഖ്തിലാഫുഹും അലാ അംബിയാഇഹിം, ധാരാളം ചോദ്യങ്ങൾ ഉന്നയിക്കുക, എന്നിട്ട് നബിമാരെ ക്രോസ് ചെയ്യുക, നബിമാരോട് എതിരിടുക, ഈ ഒരു പ്രവണത അത് പൂർവ്വകാലത്തുണ്ടായിരുന്നു. അത് അവരെ നശിപ്പിച്ചു കളഞ്ഞു എന്നാണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. അപ്പോൾ ഈ അധികരിച്ചുള്ള ചോദ്യങ്ങൾ അതറിയാനല്ല, വിഷയങ്ങൾ ഉൾക്കൊള്ളാനും ഗ്രഹിക്കാനുമല്ല, പിന്നെയോ ധിക്കാരഭാവത്തിൽ, അതേപോലെ ഇവിടെ പറയപ്പെട്ടതുപോലെ വെറുതെ അനാവശ്യമായിട്ടുള്ളതായ ചോദ്യങ്ങൾ, എതിരിടാൻ വേണ്ടിയുള്ളതായ ചോദ്യങ്ങൾ, ഇതൊക്കെയാണ് ഇവിടെ ഉദ്ദേശം. അതില്ല എങ്കിൽ അറിയുക, മനസ്സിലാക്കുക. ഫസ് അലു അഹ്ല ദിക്ർ, അറിവുള്ളവരോട് നിങ്ങൾ ചോദിക്കൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ്. സഹാബികൾ തന്നെ ചോദിച്ച ചോദ്യങ്ങൾ നമ്മൾ ധാരാളം വായിക്കുന്നു. യസ്അലൂനക അനിൽ മഹീദ്, യസ്അലൂനക മാദാ യുൻഫിഖൂൻ, യസ്അലൂനക അനിൽ ഖംരി വൽ മൈസിർ. ഇതൊക്കെ അവരുടെ ചോദ്യങ്ങളാണ്. ഇതറിയാനുള്ള ചോദ്യങ്ങളാണ്, ഗ്രഹിക്കാനുള്ള ചോദ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ അതിൽ ആക്ഷേപിക്കപ്പെട്ടില്ല, അതിൽ പ്രശംസിക്കപ്പെടുകയാണ് ഉണ്ടായത്. എന്നാൽ ഇവിടെ ആക്ഷേപാർഹമായിട്ടുള്ളത് എന്താണ്? അനാവശ്യമായിട്ടുള്ള അധികരിച്ചുള്ള ചോദ്യങ്ങൾ, അതിൽ ലക്ഷ്യമാക്കുന്നതും ലാക്കാക്കുന്നതും ധിക്കാരവും അതേപോലെ തന്നെ എതിര് പ്രവർത്തിക്കലും ഒക്കെയാണ്. അങ്ങനെയാകുമ്പോഴാണിത് പിന്നെ വീഴ്ചയാകുന്നത്, തെറ്റാകുന്നത്, പാടില്ലാത്ത ചോദ്യങ്ങളും ആകുന്നത്. ഏതായാലും ഈ ഹദീസ് വളരെ ശ്രേഷ്ഠപ്പെട്ട ഹദീസാണ്. കുറേ അടിസ്ഥാനങ്ങളെ പഠിപ്പിക്കുന്ന ഹദീസുമാണ്. നമ്മൾ അതിൻ്റെ പ്രധാന ഭാഗങ്ങൾ ഇവിടെ മനസ്സിലാക്കി എന്ന് മാത്രം. ഇൻഷാ അല്ലാഹ് അൽ അർബഊൻ അൻ നവവിയ്യയിൽ അടുത്ത ഹദീസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കേൾക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും എല്ലാ നന്മകളിലേക്കും ഉദവിയേറ്റി തുറവിയേറ്റി അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിന മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.